ഞാൻ മാത്രമാണോ ഇങ്ങനെ? നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സോ ഞാൻ കോളേജിലെത്തുന്ന വരെ അടുക്കളയിൽ കയറും. കുക്കിംഗ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പം അത്യാവശ്യമാണെങ്കിൽ ഞാൻ വല്ല മുട്ടയോ അല്ലെങ്കിൽ നൂഡിൽസോ എല്ലാം പൊരിച്ച് തിന്നുന്ന ആളായിരുന്നു. കോളേജിലെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫുൾ ടൈം വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒരു പ്രാവശ്യം പുള്ളി എനിക്ക് സ്റ്റേക്ക് ഉണ്ടാക്കി തന്നു. സ്റ്റേക്കും പൊട്ടറ്റോ വെജ്ജസൊക്കെ. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷവും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എന്നിട്ട് അത് നമുക്ക് വിളമ്പി തന്നപ്പോൾ വേറൊരു സന്തോഷം. അപ്പം ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഓർത്തു എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. പുള്ളിക്കിഷ്ടം ചിക്കനാണ്. അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കുറേ ഇങ്ങനെ നല്ല ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ബാർബിക്യൂ ചിക്കനാണ് ഇഷ്ടം. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ആ വീഡിയോ 10 പ്രാവശ്യം കണ്ടു. ഇങ്ങനെ 11ാമത്തെ പ്രാവശ്യം ഞാനത് നോക്കി പോസ് ചെയ്ത് അടുക്കളയിൽ ഓടും. അങ്ങനെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി. പുള്ളി കഴിച്ചു. പുള്ളി പറഞ്ഞു, "വാ, ഇത്രയും ടേസ്റ്റ്, ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാന്നൊക്കെ" പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തൽ. അത്രയും വലിയ കോംപ്ലിമെൻ്റൊക്കെ തന്നപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുക്കിങ്ങിന് എന്നെ ഒരാൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ എന്തേലും എപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനെ തോന്നും. സോ ഇപ്പം ഞാൻ ഒരു ദിവസത്തെ ഒരു നേരമൊക്കെ ഉണ്ടാക്കും. ഇപ്പം എനിക്ക് ഫുഡ് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരിക്കലും ഇന്നേ വരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫുൾ കഴിക്കുകയും ചെയ്യും. എപ്പോഴും കോംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു കോംപ്ലിമെൻ്റ് കാരണമാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇങ്ങനെ തോന്നുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ആൾക്കാർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ടോ? ഒന്ന് ചെയ്ത് നോക്ക്. അവരിതിലും നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം ഞാൻ മാത്രമാണോ ഇങ്ങനെ?